പാലാതുഴ റോഡിലുണ്ടായ അപകടത്തെ തുടർന്ന് കൊല്ലപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന അനധികൃത കച്ചവടങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ നാട്ടുകാർ പൊളിച്ചു മാറ്റുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടനാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സിബി അഴകംപറമ്പിൽ, കൊല്ലപ്പള്ളി ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാംകുമാർ കൊല്ലപ്പള്ളി, മാധ്യമ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ബിനു വള്ളോമ്പുരിടം എന്നിവർ നേതൃത്വം നൽകി. കടനാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സിബി അഴകംപറമ്പിലാണ്. സിബിയുടെ നമുക്ക് ഇന്നത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. സിബി, ഇങ്ങനെ ഒരു അനധികൃത വഴിയോര കച്ചവടങ്ങൾ അഴിച്ചു മാറ്റുന്നൊരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഈ അടിയന്തരമായി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊല്ലപ്പള്ളി പമ്പിന് ചേർന്നുള്ള ഒരു ആള് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട, അതായത് വണ്ടി വന്നിടിച്ച് ഇവിടെ മീൻകവട് ചേർന്നുള്ള കമ്പിയെ തലയിടിച്ച് മരിച്ച ഒരവസ്ഥ. ആ ഒരു കുടുംബത്തിന് വളരെ 35 വയസ്സേ ഉള്ളൂ. ആ കുടുംബത്തിൻ്റെ അത്താണി തീർന്നു പോയ അവസ്ഥയിൽ അതൊരു വലിയൊരവസ്ഥയാണ്. കാരണം പാലാ-തൊടുപുഴ റൂട്ടിൽ അനധികൃതമായി റോഡ് കയ്യേറി നടത്തുന്ന ഒട്ടനവധി കച്ചവടങ്ങളുണ്ട്. ഈ കച്ചവടം കാരണം ഇവിടെ സുഗമമായി വാഹനം ഓടിക്കാനോ കാൽനട യാത്രക്കാർ ശരിയായി സഞ്ചരിക്കാനുള്ള അവസ്ഥ പല സമയങ്ങളിൽ ഇല്ലാതെ വരുന്നു. കാരണം മീൻ വാങ്ങിക്കാനല്ല മറ്റ് കാര്യങ്ങൾക്ക് വാഹനം നിർത്തി മറ്റാളുകൾ ഈ കടയിലേക്ക് ഇറങ്ങും, മറ്റാളുകൾക്ക് ആ വാഹന ഉടമകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അടിയന്തരമായി നമ്മുടെ PWD അധികാരികളെ അറിയിച്ചെങ്കിലും വേണ്ടതായ രീതിയിലുള്ള നടപടി അവർ സ്വീകരിച്ചില്ല. കാരണം പാലാ-തൊടുപുഴ റൂട്ടിൽ ഇതിനു മുമ്പ് മുണ്ടാങ്ങ് മുതൽ കുറിഞ്ഞി വരെയുള്ള എല്ലാ കടക്കാരെ ഒഴിപ്പിക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇട്ടതാണ്. അതിനുശേഷം എന്ത് നടന്നെന്ന് എനിക്കറിയില്ല. ആ ഓർഡർ പ്രകാരം എല്ലാവർക്കും നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് എൻ്റെ വിചാരം. ഇപ്പോൾ ഈ പാലാ-തൊടുപുഴ റൂട്ടിൽ തന്നെ അനവധിയായ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. കാരണം റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അതോടൊപ്പം തന്നെ അനധികൃതമായി കയ്യേറിയ ഈ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ PWD ഭാഗത്തുനിന്നോ റവന്യൂവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പാലാ-തൊടുപുഴ റൂട്ടിൽ അടിയന്തര പ്രാധാന്യമായി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഇത്തരത്തിലുള്ള എല്ലാ കച്ചവടക്കാരെയും ഇത് ഒഴിപ്പിച്ച് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ കട പൊളിച്ച് മാറ്റാനുള്ള കാരണം എന്താ? പാലാ-തൊടുപുഴ ഈ റോഡിൽ പാലാ തൊട്ട് തൊടുപുഴ വരെയുള്ള ഭാഗത്ത് പാതയോരങ്ങൾ കയ്യേറി കച്ചവടം ചെയ്യുന്നുവെന്ന് കാണിച്ച് ഇതൊരു അപകട ഭീഷണി ഉള്ളതെന്ന് കാണിച്ച് നമ്മൾ PWDക്ക് ലെറ്റർ കൊടുത്തായിരുന്നു, പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ നോക്കി അതിൻ്റെ കാലതാമസം ഒരു 3 മാസം എടുക്കുമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ഈ പമ്പിൻ്റെ അടുത്തുള്ള മീൻകട ഇത് പ്രത്യേകിച്ച് അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് തെറിച്ച് ആ താൽക്കാലികമായിട്ട് ഉണ്ടായിരുന്ന കടയുടെ പൈപ്പിലിടിച്ച് തലയിടിച്ചാണ് മരണകാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് വീണ്ടും കാലതാമസം എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ പൊതുജനങ്ങൾ ഇറങ്ങി ഇന്ന് ഈ കട പൊളിച്ചു മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥലത്തിൽ അതിന് അവർ നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഇതിവിടെ ശരിക്കും കട്ട് ചെയ്ത് മാറ്റാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രക്രിയയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാലാ തൊട്ട് തൊടുപുഴ വരെയുള്ള പാതയോരങ്ങൾ മുഴുവൻ കടകളും ഇതുപോലെ ഒഴിപ്പിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനം. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെ തുടർന്ന് അവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അവിടെ തെളിവ് നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വല്ല നടത്തിയിരുന്നോ? ഇല്ല, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയില്ല. അത് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് പോലീസ് കിടക്കുമ്പോൾ എല്ലാം അറിയാൻ പറ്റുള്ളൂ. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞോ, വല്ല അറിയാമോ? ഇല്ല, നമ്മൾ വീട്ടുകാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്.